ജോഷ്ല ചേർന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ജോഷ്ല, ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ ജോഷ്ല? സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് രാവിലെ കോടിയേരിയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. നങ്ങാരത്ത് പീടികയിലെ ജിജേഷ് സ്മാരക സ്തൂപത്തിനുമേൽ മലമൂത്ര വിസർജനം നടത്തുകയും അതോടൊപ്പം തന്നെ കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത ഒരവസ്ഥയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. ഇന്ന് രാവിലെ മുതൽ ജിജേഷ് സ്മാരക സ്തൂപം വൃത്തികേടാക്കുക നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിൽ ഒരു സംഭവം വീണ്ടും നങ്ങാരത്ത് പീടികയിൽ ഉണ്ടായിരിക്കുന്നു. കൃത്യമായും ഗൂഢാലോചനയോടുകൂടി ജിജേഷ് സ്മാരക സ്തൂപം തകർക്കുക, CPIM-ൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇത് സമൂഹത്തിൽ ആകെ തന്നെ പ്രകോപനമുണ്ടാക്കും. പ്രത്യേകിച്ച് CPIM പ്രവർത്തകർക്കിടയിൽ രക്തസാക്ഷി സ്തൂപം ഇത്തരത്തിൽ വൃത്തികേടാക്കിയാൽ കൃത്യമായ പ്രകോപനം ഉണ്ടാകും എന്നുള്ള ലക്ഷ്യത്തോടു കൂടി RSS ചെയ്തതാണ് എന്നാണ് CPIM പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ന് രാവിലെ മുതൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ, ഇന്നലെ നടന്ന അതേ രീതിയിൽ തന്നെ പ്രകോപനപരമായ പ്രശ്നങ്ങൾ കോടിയേരി നങ്ങാരത്ത് പീടികയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷ്ല, ഇന്നലെ മനഃപൂർവ്വമായ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഉള്ള തരത്തിലുള്ള ആക്രമണമായിരുന്നു നടന്നത്. പ്രത്യേകിച്ച് സമാധാനപരമായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? സൗമ്യ, ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ വീണ്ടും ഇന്നലെ നേതാക്കളടക്കം ഇടപെട്ട് ഏകദേശം സംഘർഷാവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തകരെ മുഴുവൻ സംയമനത്തിൽ നിർത്തിയ ഒരവസ്ഥയായിരുന്നു ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊട്ടാകെ തന്നെ വലിയൊരു സംഘർഷം ഉണ്ടാകേണ്ട സാധ്യത തന്നെ ഇല്ലാതായിരുന്നു. കാരണം CPIM സംസ്ഥാന സെക്രട്ടറിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേദിക്ക് നേരെ ബോംബാക്രമണം ഉണ്ടാകുക, അതിൽ നിന്നും രക്ഷപ്പെടുക, മറ്റാരും പരിക്കുകളില്ലാതെ രക്ഷപ്പെടുക, ഇത്തരമൊരവസ്ഥ വെച്ച് നേതാക്കൾ ഇടപെട്ട് നാട്ടിൽ സമാധാനമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരവസ്ഥ അത് മാറി വളരെ സമാധാനപരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ വീണ്ടും പ്രകോപനപരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. രക്തസാക്ഷി സ്തൂപത്തിനുമേൽ മലമൂത്ര വിസർജനം നടത്തുക, അതോടൊപ്പം കരിയോയിൽ ഒഴിച്ച് വൃത്തികേടാക്കുക തുടങ്ങിയ എല്ലാ വിധത്തിൽ ഏതു തരത്തിലും പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ CPIM പ്രവർത്തകരെ ആക്രമണാക്കുന്ന വിധത്തിലുള്ള ഒരു രീതിയാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോലീസിനെ വിന്യസിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? സൗമ്യ, ഇന്നലെ രാത്രി മുതൽ ഇവിടെ പോലീസ് കേന്ദ്രീകരിക്കുന്നുണ്ട്. മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി വീക്ഷിക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് നിരീക്ഷണത്തിലാണ് എല്ലാ സ്ഥലങ്ങളും. അതേസമയം തന്നെ CPIM പ്രവർത്തകരും വളരെയേറെ സംയമനം പാലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോകരുത് എന്ന് നേതാക്കളടക്കം അണികളോട് പ്രസ്താവിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ വാട്സപ്പ് മുഖേനയും അതുപോലെ തന്നെ നവമാധ്യമങ്ങൾ മുഖേനയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ സംയമനം പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്നലെ ചാവശ്ശേരി ഉളിയിലും ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി. ഈ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് നേരെ ആക്രമണമുണ്ടായ സ്ഥിതിയിൽ അവിടെ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെയും ഇന്നലെ ബോംബേറുണ്ടായി. എന്നിട്ട് പോലും ചാവശ്ശേരിയിലടക്കം പ്രവർത്തകർ സംയമനം പാലിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. സൗമ്യ, ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്.